ചാലിശ്ശേരി പെരുമണ്ണൂരിൽ ചാക്കുകണക്കിന് നെല്ല് കെട്ടിക്കിടക്കുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം ആരംഭിക്കാത്തതിനാൽ 1000-ലധികം ചാക്ക് നെല്ല് പാടത്തും വീടുകളിലുമായി കെട്ടിക്കിടക്കുകയാണ്. സംഭരണത്തിനായി ടോക്കൺ ലഭിച്ച് 1 മാസം കഴിഞ്ഞിട്ടും മില്ലുകാർ നെല്ലെടുക്കാൻ എത്തിയിട്ടില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മഴയും കാട്ടുപന്നി ശല്യവും ചേർന്ന് നെല്ല് നശിപ്പിക്കുമോ എന്ന ഭീതിയിലാണ് കർഷകർ. യഥാർത്ഥ വില 25 റുപ്യാണ് എല്ലാവരും എടുക്കുന്നത്. നമ്മള് സബ്സിഡിക്ക് ഒരു 4 റുപ്യക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മള് വെയിറ്റിംഗിൽ നിൽക്കുന്നത്. ഉള്ള പൈസ കയ്യോടെ കിട്ടുക സംഭവം അവരുമില്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഇല്ല. ടാർപ്പായകൾ വാടകയ്ക്കെടുത്ത് നെല്ല് മൂടിയിട്ടിരിക്കുകയാണ് കർഷകർ. വാർഡംഗം കാസിം ജില്ലാ കളക്ടറെയും സപ്ലൈകോ അധികൃതരെയും ബന്ധപ്പെട്ടിരുന്നു. നെല്ല് സംഭരണം വൈകുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ലഭിച്ച മറുപടി. പഞ്ചായത്ത് കേന്ദ്രമായി സംഭരണശാലകളും അരിമില്ലുകളും സ്ഥാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് പെരുമണ്ണൂർ പാടശേഖര സമിതി പ്രസിഡന്റ് KS രാജേന്ദ്രൻ പറഞ്ഞു. ഫെബ്രുവരി 3 ചേർന്ന വിപുലമായ യോഗത്തിൽ ഇതു സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4-ാം വാർഡിലെ മെമ്പർ ശ്രീ കാസിം ഇവിടെ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പാഡി മാനേജ്മെന്റ് ഓഫീസർമാരെ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലക്ടറെ വിളിച്ചു. അദ്ദേഹം ഈ പരാതികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് എടുക്കാനുള്ള നടപടികൾ എടുക്കാമെന്നാണ്. പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ തുറന്നുള്ള ഏതെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷം മുഴുവനും മണ്ണിനൊപ്പം ജീവിച്ചവരുടെ വിയർപ്പിന് വില കിട്ടുന്ന ദിവസവും കാത്തിരിക്കുകയാണ് പെരുമണ്ണൂർ പാടശേഖരത്തിലെ കർഷകർ. TCV ന്യൂസ്, കുന്നംകുളം.